ഇന്നലെ രാത്രി നല്ല ഇടി മഴ ഉണ്ടായിരുന്നില്ലേ? പിന്നെ തക്കടുവാവേ ഇല്ല, ഇങ്ങോട്ടൊന്നും വന്നിട്ടില്ലല്ലോ. അല്ല കുട്ടികളെ, ഞാനേ ശ്രദ്ധിക്കായിരുന്നു. നിങ്ങളുടെയൊക്കെ മുഖത്തെന്താ ഒരു പരിഭ്രമം? പറ പിള്ളേരെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കാണുന്നില്ലെന്നോ? അവള് പിന്നെ എവിടെ പോവാനാ? ആ കൊച്ച് ഇവിടെയൊന്നും അധികം പരിചയമില്ലാത്തതല്ലേ? നിങ്ങളുടെ കൂടെയല്ലേ എപ്പോഴും അവള് നടക്കാറ്? ഇനിയിപ്പോ എന്താ ചെയ്യ പിള്ളേരെ? നിങ്ങൾ എല്ലായിടത്തും ശരിക്കും അന്വേഷിച്ചോ? അമ്മയോടൊക്കെ പറഞ്ഞില്ലേ? കല്യാണി ഇവിടുന്ന് എവിടേക്കും പോയിട്ടില്ല, ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. ഇവിടെ അവൾ ഓരോരോ ജോലി എടുത്തോണ്ട് ഇവിടെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ തക്കടുവാവ് വന്നതൊന്നും ഞാൻ കണ്ടിട്ടില്ല. എന്നാലും അവളോട് ഒന്നുകൂടെ ചോദിച്ചു നോക്കാം. കല്യാണി, കല്യാണി മോളെ, എന്താ അമ്മ? മോളെ ഇങ്ങോട്ട് നോക്ക്. ചിന്നു, എന്താ? ഓള് അവിടെ എവിടെയും ഉണ്ടാകും. ഓള് എവിടെ പോവാനാ? ഇല്ല ചിന്നു, ഇവിടെ വന്നിട്ടില്ല ചിന്നു. ചിന്നു, ഞാനും വരെ നിക്ക്. അമ്മ, ഞാനും അവരുടെ കൂടെ പോട്ടെ? പോയിക്കോ മോളെ, അവൾ എവിടെയാണെന്ന് തെരഞ്ഞു നോക്ക്. മോളെ, എന്തെങ്കിലും വിവരം കിട്ടിയാ അമ്മയോട് പറയണേ. ഞാൻ പറയാം അമ്മ. അമ്മ, അവൾ ഇവിടെ വന്നാലേ അവിടെ വന്ന് പറയണട്ടോ. ആ കുട്ടി ഇപ്പോ എവിടെ പോയിനാവോ? അവൾക്കാണെങ്കിൽ ഇവരല്ലാതെ വേറെ ആരും കൂട്ടുമില്ല. ഇനിയിപ്പോ വല്ല കുട്ടികളെപ്പെടുത്തക്കാരും അങ്ങനെയൊന്നും സംഭവിച്ചിട്ടുണ്ടാവില്ല എന്ന് കരുതി സമാധാനിക്കാം. ആ മോനെ, ആ തക്കടുവാവില്ലേ? തക്കടുവാവിനെ കാണുന്നില്ലെന്ന്. ഇല്ല മോനെ, അവിടെ എല്ലാവരും അന്വേഷിക്കാണത്രേ. അവിടെ എവിടെയും കാണുന്നില്ലെന്നാ പറഞ്ഞേ. എന്ത് മോനോ? അങ്ങനെയൊന്നും പറയില്ല മോനെ. അവളുടെ അമ്മ കേട്ടാലേ സങ്കടാവട്ടോ. കൊണ്ടുപോയിട്ട് ഒന്നും മിണ്ടാതിരിക്കും മോനെ. അങ്ങനെ വർത്തമാനൊന്നും പറയില്ലെന്ന്. സാരമില്ല, എല്ലാവരും അന്വേഷിക്കണുണ്ടല്ലോ. അവരന്വേഷിച്ച് കണ്ടെത്തട്ടെ. നമുക്കും ഇതിലേക്ക് നോക്കാം. ഉണ്ണിക്കുട്ടൻ വാ, നമുക്കേ ഇതിന് ചുറ്റും പോയി നോക്കാം. ഈ തക്കടുവാവ ഇവിടെ എവിടെയും വന്നിട്ടുണ്ടോന്ന് അറിയില്ലല്ലോ. അത് ശരി. ചേട്ടാ, നീ മിണ്ടാതിരുന്നോട്ടോ. അവനിപ്പോ ഫോണില് ഗെയിം. മനുഷ്യനിവിടെ ആകെപ്പാടെ ടെൻഷനായി നിക്കാണ്. ഉണ്ണിക്കുട്ട വേണ്ടാട്ടോ, വാ നമുക്ക് ഇതിനെയൊക്കെ തക്കടുവാവനെ അന്വേഷിച്ചു നോക്കാം. പാവം, നല്ലൊരു കുട്ടിയായിരുന്നു അത്. അതിന് വേഗം കണ്ടു കിട്ടിയാ മതിയായിരുന്നു. ജോലി, നീ ഇത് എവിടെ എന്തെടുക്കുക? അത് പിന്നെ ആ കുട്ടിക്ക് എന്തെങ്കിലും കഴിക്കാൻ കൊടുക്കണ്ടേ? ഹോ, എന്തൊരു ശല്യാണ് ആ പെണ്ണ്. എന്തൊരു കാറല്ല അവിടെ കിടന്നിട്ട്. അതിവിടെ ചേർന്ന് പോകുന്നേ എനിക്ക് തോന്നുന്നില്ല. അതൊക്കെ ശരിയാവുന്നേ. ആദ്യം അതിനെന്തേലും കഴിക്കാൻ കൊടുക്കട്ടെ. എന്നിട്ട് ആ പെണ്ണ് കഴിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? കൊണ്ടുപോയി കൊടുത്തു നോക്കട്ടെ. ഒന്നും കഴിക്കാതിരുന്നാലേ അവള് ചത്തുപോയാലേ നമ്മള്
ആ അതും ശരിയാ. എങ്ങനെയെങ്കിലും ഭക്ഷണം കഴിക്കാൻ പറ അതിനോട്. എന്തായാലും ആ പെണ്ണ് നല്ല തൊണ്ട കയറി കരയില്ല. അതൊന്നും കുഴപ്പമില്ല ഏട്ടാ. നമ്മുടെ അടുത്തൊന്നും വീടുകളില്ലാത്തോണ്ടേ ആരും കേൾക്കാൻ പോകുന്നില്ല. അവളവിടെ കരയട്ടെന്ന്. പക്ഷേ ആരെങ്കിലും അന്വേഷിച്ചു വരുമെന്നേ എനിക്ക് നല്ല പേടിയുണ്ട് കേട്ടോ. അതേക്കുറിച്ചൊന്നും ചേട്ടനൊരു പേടിയും പേടിക്കേണ്ട ആവശ്യമില്ല. ആ കാര്യമെല്ലാം മൃദു നോക്കിക്കോളും. നമുക്കൊരു പ്രശ്നം വരാതെ അവള് തന്നെ കൈകാര്യം ചെയ്തോളും. എന്തോ എനിക്കത്ര അങ്ങോട്ട് വിശ്വാസം പോരാ. നിന്റെ മൃദു നമ്മളെ ചതിക്കുവോ? ഹേയ് ഇല്ലേട്ടാ, അവളങ്ങനെ ചതിക്കൊന്നുമില്ല. അവളെ എന്റെ കൂടെ പഠിച്ചതാ. അവളെ എന്റെ ഉറ്റ സുഹൃത്താ. അവളെ ഇതുവരെ എന്നെ ചതിച്ചിട്ടില്ല. അതെങ്ങനെ? അവള് ചെയ്യുന്ന എല്ലാത്തിനും നീയല്ലേ അവൾക്ക് കൂട്ട്. ഒന്ന് പോ ചേട്ടാ. എന്നാലും ഒന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ആ കുട്ടിയോടെ ഒന്ന് സോപ്പിട്ട് കൂടെ നിക്ക്, കരയിലൊന്ന് കുറക്കാനായിട്ട്. എന്നാലേ ഞാനിതേ ആ കുട്ടിയെ കൊണ്ട് കഴിപ്പിക്കട്ടെ. ചേട്ടനും കൂടെ വാ, എന്നാലേ അവള് കഴിക്കോളൂ. നീ ഒന്ന് പോയിട്ടേ മയത്തിരി കഴിപ്പിക്ക്. ആ പെണ്ണ് എന്നെ കാണുന്നത് ഉറക്കന് കാറി കരയാ. അതിന്റെ അമ്മയെ കാണണം, അച്ഛനെ കാണണം, എന്തൊക്കെയോ പറയുന്നുണ്ട്. അത് പിന്നെ അവള് കൊച്ചല്ലേ, അവള് കുറച്ചു നേരം കരയട്ടേന്ന്. അവളെ നമ്മളെ കൊല്ലാനൊന്നല്ലല്ലോ കൊണ്ടുവന്നിരിക്കുന്നത്. കൊല്ലാനാണോ വളർത്താനാണോ നീ ആ കൊച്ചിനെ അറിയില്ലല്ലോ. എന്തായാലും അവൾക്ക് അവിടെ കിട്ടുന്നേക്കാൾ സുഖജീവിതം ഇവിടെ കിട്ടും. പിന്നെന്താ പ്രശ്നം? അതൊക്കെ ശരി തന്നെ. പക്ഷേ അതിന്റെ അച്ഛനും അമ്മയൊക്കെ അവിടെയല്ലേ. എന്നാ പിന്നെ ചേട്ടൻ ഒരു കാര്യം ചെയ്യേ, അവളെ അവളുടെ അച്ഛന്റെ അമ്മന്റെ അടുത്തേക്ക് ആക്കി കൊടുക്ക്. അയ്യോ ജോലി, നീ പിണങ്ങല്ലേ, ഞാൻ വെറുതെ പറഞ്ഞതല്ലേ. ഞാനിത് അവൾക്ക് കൊടുത്തിട്ട് വരാം. കൊടുത്താൽ മാത്രം പോരാ, ആ പെണ്ണ് അത് കഴിക്കുന്നുണ്ടോന്നും കൂടി നോക്കിക്കോ. അല്ലെങ്കിലേ പട്ടിണി മരണത്തിനും കൂടി നമ്മൾ സമാധാനം പറയേണ്ടി വരും. അതൊക്കെ അവള് കഴിച്ചോളും ചേട്ടാ. നീ ഇതുവരെ ഒന്നും കഴിച്ചില്ലല്ലോ, ഇതങ്ങോട്ട് കഴിച്ചേ. അതൊക്കെ ഞങ്ങൾ പറഞ്ഞു തരാം. മോളിപ്പോ ആദ്യം ഭക്ഷണം ഒന്ന് കഴിക്ക്. നോക്ക് കൊച്ചേ, ഈ ഭക്ഷണം മുഴുവനും കഴിച്ചാലേ നിന്നെ നിന്റെ വീട്ടിലേക്ക് ആക്കിത്തരാം. പറഞ്ഞത് കേട്ടല്ലോ. ഈ ഭക്ഷണം കഴിച്ചാലേ എന്നെ വീട്ടിൽ കൊണ്ടാക്കോ? ആ ആദ്യം നീ ഇത് കഴിക്ക്, എന്നിട്ട് നിന്നെ നിന്റെ അമ്മയുടെ അടുത്ത് എത്തിക്കാം. വേഗം കഴിച്ചോളൂ. ഒന്നും ബാക്കി വെച്ചേക്കരുത്. ആ പാത്രം മുഴുവൻ കാലിയാക്കിയേക്കണം, മനസ്സിലായല്ലോ? ഞാൻ കഴിച്ചോളാം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ട്. എന്നിട്ട് കഴിച്ചു കഴിഞ്ഞിട്ടേ സത്യമായിട്ടും നിന്റെ അമ്മന്റെ അടുത്ത് കൊണ്ടാക്കി തരുന്ന്. നിന്റെ അമ്മയും അച്ഛനും അവിടെ കാത്തിരിപ്പുണ്ടാവും. ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് അവരുടെ അടുത്തേക്ക് കൊണ്ടാക്കി തരാം. ആണ് കുട്ടി, വേഗം കഴിച്ചോളൂ. കഴിക്ക് കഴിക്ക്. പെട്ടെന്ന് തന്നെ കഴിച്ചു തീർത്താ പെട്ടെന്ന് നിനക്ക് വീട്ടിൽ പോവാം. പതുക്കെ തിന്നാ മതി, തൊണ്ടേ കുടുങ്ങണ്ട. പതുക്കെ തിന്നിട്ടേ എഴുന്നേറ്റാൽ മതി.